പിണറായി വിജയൻ എന്ന പ്രതിപക്ഷ നേതാവ് ഒട്ടും മാറില്ലെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ഇയാളെന്ത് പണിയാണ് കാണിക്കുന്നത്? തന്നെ കൂടെ തോറ്റല്ലോ. ഐ ആൾസോ ഫെയിൽഡ് ഓഫ് യു. വിജയേട്ടൻ മാറിയിട്ടേ ഇല്ല. തെരഞ്ഞെടുപ്പിൽ തോറ്റ് LDF വീട്ടിൽ നിന്നപ്പോൾ പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രി ആളാകെ മാറിപ്പോയി എന്ന് തോന്നി. നീ എന്തൊക്കെയാണ് ഈ പറയണേ? ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല, താൻ മുഴുവൻ കേക്ക്. പഴയ മിണ്ടാട്ടമില്ല, കളിയും ചിരിയുമില്ല, ഒരിടത്തും മിണ്ടാതെ ഒറ്റയ്ക്കിരിക്കുന്ന, നിയമസഭയിൽ പോലും ഒന്നും മിണ്ടാത്ത ഒരവസ്ഥ. എന്തിനാണ് ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കണേ? ഇന്നിതാ ഡൽഹിയിൽ ആ വിഷമം അങ്ങ് മാറി. ഡൽഹിയിൽ വെച്ച് മാധ്യമങ്ങളെ കണക്കിന് വിളിച്ചു. പറയാനുണ്ടെങ്കിൽ ഞാൻ പറയും, നിങ്ങൾ കോലും കൊണ്ട് വരേണ്ട എന്നായിരുന്നു ആ പഴയ സിംഹത്തിന്റെ ഗർജന. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കേ. ഞാൻ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ പറയൂ. നിങ്ങൾ വഴി വിട്ട് നിർത്തുന്ന കാര്യം ആയാലും എല്ലാരും ഒന്ന് കരുതിയിരിക്കുന്നത് നല്ലതാ. അറിഞ്ഞിടത്തോളം അവൻ ചില്ലറക്കാരനാണെന്ന് തോന്നില്ല. ഭീകരനാണോ അവൻ? ഭീകരൻ, കൊട്ടും ഭീകരൻ. ഒന്നും പറ്റിയിട്ടില്ല. പിണറായി വിജയന് ഒന്നും സംഭവിച്ചിട്ടേ ഇല്ല. തമ്പുരാന്റെ ലുക്ക് നമ്മുടെ കുടുംബത്തിന്റെ ശാപോ? എന്നെ കുറിച്ച് ആൾക്കാർ അങ്ങനെ പറഞ്ഞു വരുത്തുന്നുണ്ട്. ആളുകളോടുള്ള പഴയ പുച്ഛം, പരിഹാസം, ധാർഷ്ട്യം, ധിക്കാരം, അവമതി, എടുത്തുചാട്ടം, ഇതൊക്കെ കഴിഞ്ഞ 10 കൊല്ലത്തെ അതേ അവസ്ഥ ഇപ്പോഴുമുണ്ട്. അതൊക്കെ അതുപോലെ തന്നെ കൂടെയുണ്ട്. മൂപ്പരെ നിങ്ങക്ക് ശരിക്കും മനസ്സിലായോ? കുഞ്ഞാലി മരക്കാറുമായിട്ട് നിരന്തരമായി ഏറ്റുമുട്ടി തകർന്ന് അത്തപ്പാടി ആയിപ്പോയ ഒരു കടൽ കൊള്ളക്കാര കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് അത്തപ്പാടി അന്ത്രു. തോൽവി LDF-നെ ബാധിച്ചു കാണും, CPM-നെ ബാധിച്ചു കാണും, കുറെ നേതാക്കൾക്ക് ബാധിച്ചു കാണും. പക്ഷേ പിണറായി വിജയനെ തുടണ്ട. കാരണം പിണറായി വിജയന് ഇതൊന്നും ബാധിച്ചിട്ടേ ഇല്ല. കാരണം ഇനിയും അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തന്നെ തുടരും. ചേട്ടാ, അപമാനിച്ചേ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ.